ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങൾക്ക് കോളനിയിലത്തെ ലേഡീസിൻ്റെ ഗെറ്റ് ടുഗെദറാണ്. ഒരു ചിട്ടി ചേർന്നിട്ട് അതിനെ ഇങ്ങനെ ആർക്കാ ചിട്ടി വീഴണേന്ന് വെച്ചാൽ ആ മാസം അവരുടെ വീട്ടിലായിരിക്കും ഒരു ഗെറ്റ് ടുഗെദർ. അത് 2 പേര് ചേർന്നിട്ടാണ് കിട്ടുന്നതും ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ചും പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പിന്നെ ലൈം ജ്യൂസും. അപ്പോൾ അതിനിതാ ഞാൻ മറ്റേ പൊട്ടേറ്റോ വേവിച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ഒക്കെ വഴറ്റുകയാണ്. അവിടെ പൊട്ടേറ്റോ വെന്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം. എന്നതിന് ശേഷം പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇതൊക്കെ കൂടെ യോജിപ്പിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇതൊക്കെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചാട്ട് മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ആഡ് ചെയ്തില്ല. നമുക്കിനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഉപ്പും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടേറ്റോ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കണം. ഓൾറെഡി പൊട്ടേറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കൊറിയാൻഡർ ലീവ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് പോരാ, നമ്മൾ പൊട്ടേറ്റോ ആഡ് ചെയ്തല്ലോ, അപ്പോൾ ഇതാ കുറച്ചും കൂടെ ആഡ് ചെയ്തു. പിന്നെ മല്ലിയിലയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും വഴറ്റി അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിലൊരു പൊട്ടേറ്റോ സാൻഡ്വിച്ച്. അപ്പോൾ അതാണ്. അപ്പോൾ വൈകുന്നേരം 4:30ക്കാണ് നമ്മുടെ ഗെറ്റ് ടുഗെദറിൻ്റെ ടൈം, 4:30 to 6. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് ഉടയ്ക്കുന്ന പരിപ്പ്, നമ്മുടെ കടലപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇട്ടാൽ മതി. അപ്പോഴത്തേനും അത് കുതിർന്ന് കിട്ടും. അപ്പോൾ അരച്ചെടുത്തു. അതിനേക്കും വേണ്ടിയിട്ട് ഞാൻ മറ്റേ സവാളയും പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, നമുക്ക് ചെറിയ ഉള്ളി എടുത്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. പക്ഷേ എനിക്ക് പണി എളുപ്പത്തിന് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കായപ്പൊടി ഇത് ആഡ് ചെയ്തു, ഉപ്പും ഇത് ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫൈനലി നമുക്ക് കുറച്ച് കടലപ്പരിപ്പ്, അതായത് കുതിരാത്തത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഇതാ നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം വേണം നമുക്ക് സാൻഡ്വിച്ച് മേക്കറിനകത്ത് നമ്മുടെ ബ്രെഡ് വയ്ക്കാൻ. ഇപ്പോൾ ഇതാ ഫില്ലിങ് നമുക്ക് വയ്ക്കാം സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. ഇതിപ്പോൾ ഫില്ലിങ് വെച്ച ശേഷം നമുക്ക് ഇനിയൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്യാം. എന്നിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മേക്കർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ച് കൊടുക്കാം. കുറച്ച് ഗീ അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്യാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലെ ബ്രെഡിലും ചെയ്തിട്ടുണ്ട്, മുകളിലും ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ ലൈറ്റ് ഓൺ ആകും. അപ്പോൾ ലൈറ്റ് ഓൺ ആകുമ്പോൾ അതിങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം വേണം ഇത് ഓപ്പൺ ആക്കാനായിട്ട്. ഇപ്പോൾ ലൈറ്റ് പോയി, നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ സാൻഡ്വിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പരിപ്പ് വടയ്ക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുഴച്ച് കൊടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മുടെ കയ്യിൽ വെച്ച് ഫ്ലാറ്റൻ ചെയ്തിട്ട് എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ ഫ്ലാറ്റൻ ചെയ്താണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്കായിക്കഴിഞ്ഞാൽ എനിക്ക് അകത്ത് വേവാത്ത പോലെ തോന്നും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്കിപ്പോൾ നമുക്ക്
പരിപ്പ് വടയുടെ പണി തുടങ്ങാം. അപ്പോൾ ഇനിയിപ്പോൾ 2 സൈഡും നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ പരിപ്പ് വടയുടെ പണിയും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കണം. അതിന് ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് നമ്മുടെ മിൻറ്റ് ലീവ്സും പിന്നെ ഒരു ചെറിയ പീസ് നാരങ്ങയും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഇതാ പൊടിച്ചെടുത്തു. എന്നതിന് ശേഷം അത് ഫിൽട്ടർ ചെയ്ത ശേഷമാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് വട ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നാരങ്ങയൊക്കെ ഇതാ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലും ഇത് പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചസാരയ്ക്ക് പൊടിച്ചങ്ങോട്ട് എടുത്തു. പഞ്ചസാരയും മിൻറ്റ് ലീവ്സും ഒക്കെ ഒരു ചെറിയ പീസ് നാരങ്ങ ഇട്ടിട്ട് ഞാൻ ഒന്ന് പൾസ് ചെയ്തെടുത്തു. പിന്നെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ലൈം ജ്യൂസ് അങ്ങോട്ട് റെഡിയാക്കി. അപ്പോൾ ലൈം ജ്യൂസിൻ്റെ പണിയും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ട സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും എൻ്റെ പാർട്ട്ണർ മറ്റേ ജയശ്രീ അവരാണ് ഈ ചപ്പാത്തിയിലെ റോൾസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മാംഗോ സ്വീറ്റ് ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അവരൊരു പുഡിങ്ങും ഉണ്ടാക്കിയിരുന്നു, റഫലൂൻ്റെ പുഡിങ്, അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എൻ്റെ മറ്റേ പരിപ്പ് വടയും സാൻഡ്വിച്ചും നാരങ്ങ ജ്യൂസും. അപ്പോൾ എല്ലാവരും എന്താ 4:30 ആയപ്പോൾ എത്തി. അവിടെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. ലേഡീസൊക്കെ ഒരു ഗെറ്റ് ടുഗെദർ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പ്ലാൻസും ഡിസ്കഷൻസും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്തത്.